പ്രിയമുള്ളവരെ, ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെ 11 ദിവസം നീണ്ടുനിന്ന ഉദ്വേഗത്തിനൊടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് AICC പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ ഉദ്വേഗപൂർണമായ ദിവസങ്ങളാണ് കടന്നുപോയത്. അവസാന നിമിഷം വരെ സസ്പെൻസ് കീപ്പ് ചെയ്യാൻ AICCക്ക് കഴിഞ്ഞു. മുഖ്യമന്ത്രി പദം പ്രഖ്യാപിക്കപ്പെടുന്ന അവസാന നിമിഷം വരെ ആരായിരിക്കും സാധ്യതകൾ എന്നതിനെക്കുറിച്ച് മാറി മാറി മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. അവസാന നിമിഷം വേണുഗോപാൽ തന്റെ അവകാശവാദം പിൻവലിച്ചതിന് ശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന പ്രസ്താവന കൂടി പുറത്തു വന്നപ്പോൾ രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്തകൾ അഭ്യൂഹങ്ങളായി കൊടുത്തു. പക്ഷേ അവസാന നിമിഷം ആ ഉദ്യോഗങ്ങളുടെ ഒക്കെ മുനയൊടിച്ചുകൊണ്ട് സതീശൻ എന്ന പേരിലേക്ക് എത്തപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം അത് സതീശനിലേക്ക് എത്തിയ വഴികൾ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ അഭിനന്ദിക്കാതെ തരമില്ല. കാരണം മറ്റൊരു പ്രസ്ഥാനവും ഇത്ര വിശദമായിട്ട് തങ്ങൾക്ക് വോട്ടിട്ട ജനങ്ങളുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ അതിൽ പരാജയപ്പെട്ടു എന്നാണ്. പക്ഷേ കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് തന്നെ തങ്ങളെ തിലകമണിയിച്ച, തങ്ങളെ അധികാരത്തിലെത്തിച്ച ജനങ്ങളുടെ ശബ്ദം കേട്ടിട്ടുണ്ട്, അവരുടെ വികാരങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് സതീശൻ എന്ന ആളെ മുഖ്യമന്ത്രിയായി AICC നിയമിക്കുമ്പോൾ വ്യക്തമാകുന്നത്. കാരണം നിയമസഭാ കക്ഷി അംഗങ്ങളിൽ MLA-മാരിൽ അധികവും വേണുഗോപാലിനെയാണ് പിന്താങ്ങിയത്. നേതാക്കന്മാരിൽ അധികവും വേണുഗോപാലിനെയാണ് പിന്താങ്ങിയത്. മുൻ KPCC പ്രസിഡന്റുമാരിൽ മുരളീധരനും BM സുധീറിനുമെതിരെയുള്ള ഒഴികെയുള്ള ആളുകൾ വേണുഗോപാലിനെയാണ് പിന്താങ്ങിയത്. നേതാക്കന്മാരിൽ 95% ആളുകളും വേണുഗോപാലിനെയാണ് പിന്താങ്ങിയത്. അതുപോലെ AICC അംഗങ്ങളും വേണുഗോപാലിനൊപ്പമായിരുന്നു. പക്ഷേ ജനങ്ങളുടെ വികാരം കണ്ടറിഞ്ഞ് ഒടുവിൽ എന്ന പേരിലേക്ക് AICC എത്തുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റേതു ജനാധിപത്യ പ്രസ്ഥാനത്തെക്കാളും കോൺഗ്രസ് ഇക്കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ജനങ്ങൾ അവരുടെ ഒരു വികാരം മാനിച്ചാണ് AICC സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ആദ്യ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായി നടന്ന സതീശൻ അനുകൂല പ്രകടനങ്ങളെയൊക്കെ AICC തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വിലയിരുത്തൽ ഇതൊക്കെ ഏതെങ്കിലും ഏജൻസികൾ, PR ഏജൻസികൾ സതീശന് വേണ്ടി ചെയ്യുന്നതാണെന്ന്. അത് കണ്ടുപിടിക്കുവാൻ വേണ്ടി AICC അവരുടേതായ ചില ഏജൻസികളെ നിയമിച്ചു. അവർ കണ്ടെത്തിയത് അതൊക്കെയും സതീശന് വേണ്ടി ആത്മാർത്ഥമായി ഉണ്ടാകുന്ന പ്രകടനങ്ങളാണ്. അതുപോലെ AICCക്ക് മെയിൽ അയച്ച 1.5 ലക്ഷത്തിൽ പരം മെയിലുകൾ അത് ഏതെങ്കിലും ഏജൻസി വഴി സതീശനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അയച്ചതാണോ എന്ന് ഡൗട്ട് AICCക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതും ക്ലിയർ ചെയ്തു. അതൊക്കെ വളരെ ജെനുവിനായി സത്യസന്ധമായിട്ട് AICCക്ക് മുന്നിൽ സതീശന് വേണ്ടി ജനങ്ങളുടെ വാദമാണ്, അഭ്യർത്ഥനയാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതൊക്കെയാണ് ഒരു പക്ഷേ സതീശൻ എന്ന നേതാവിലേക്ക് AICC എത്തുന്നതിന് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ജനങ്ങളുടെ വിജയമാണ്, ഒരിക്കലും കോൺഗ്രസ്സുകാരുടെ വിജയമെന്നതിനപ്പുറം അവർക്ക് വേണ്ടി വോട്ടിട്ട സാധാരണ പൗരന്മാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്ടികളുടെ വികാരമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു അനുകൂല വിധി എന്നതിലപ്പുറം. ഞാൻ മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുവാൻ കാരണം 2016 അധികാരത്തിലെത്തിയതിനു ശേഷം 2021 പിണറായി വിജയൻ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പിണറായി വിജയന് ഭീഷണിയാകുവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പിണറായി വിജയനോടൊപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യതയുള്ള, CPM-ൽ അതിനുവേണ്ടി വാദിക്കുവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളൊക്കെ വെട്ടിനിരത്തിയിട്ടാണ് പിണറായി വിജയൻ മത്സരിക്കുന്നത്. നമ്മൾ തോമസ് ഐസക്കിൻ്റെ കാര്യമെടുത്താലും G. സുധാകരൻ്റെ കാര്യമെടുത്താലും അവർക്കൊക്കെയും സീറ്റ് നിഷേധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ശൈലജ ടീച്ചർക്ക് സീറ്റ് കൊടുത്തതിന് ശേഷം അവർ വിജയിച്ചു വന്നുവെങ്കിലും അവരെ മന്ത്രിയാക്കിയില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച അവരുടെ ആരോഗ്യവകുപ്പ് അതായിരുന്നു ഒരുപക്ഷെ രണ്ടാമത് പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റുവാനുള്ള കാരണം. എങ്കിൽ പോലും പിണറായിയുടെ അപ്രമാദിത്യം ചോദ്യം ചെയ്യും എന്ന ഒരു കാരണത്താൽ അവർ ശൈലജ ടീച്ചർക്ക് സീറ്റ് നിഷേധിച്ചു. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പ്, അതായത് മൂന്നാം പിണറായി സർക്കാർ വരും എന്നൊരു അഭ്യൂഹം നിലനിർത്തി അവർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ആദ്യം നമ്മൾ G. സുധാകരനും അതുപോലെ തോമസ് ഐസക്കിനുമൊക്കെ സീറ്റ് നിഷേധിക്കുവാൻ കാരണമായി അവർ പറഞ്ഞത് 2ഉം 3ഉം ടേം MLA ആയിരുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കില്ല എന്നായിരുന്നു. പക്ഷേ മൂന്നാമത് ടേം എത്തിയപ്പോൾ പിണറായി വിജയൻ അതൊക്കെ തിരുത്തി മൂന്നാമതും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി 2ഉം 3ഉം ടേം ഒക്കെ മത്സരിച്ച ആളുകൾക്ക് സീറ്റ് കൊടുക്കും എന്ന ഒരു വ്യവസ്ഥ എത്തി. അതായത് എപ്പോഴൊക്കെ പിണറായിക്ക് വേണ്ടി മാറ്റാൻ പറ്റുമോ പാർട്ടിയുടെ റൂളുകൾ, അപ്പോഴൊക്കെ പിണറായി എന്ന ഏകാധിപതിക്ക് അനുസരിച്ച് ആ പാർട്ടിയുടെ റൂളുകളൊക്കെ മാറി മറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്,
പിണറായി വിജയൻ ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി CPM ഈ പ്രാവശ്യം ഇലക്ഷനിൽ വിജയിച്ചാൽ 2026 ഇലക്ഷനിൽ വിജയിച്ചാൽ അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറെ തോൽക്കുവാൻ സാധ്യതയുള്ള KPCC പ്രസിഡന്റിനെതിരെ ആണ് മത്സരിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു സീറ്റിലാണ് മത്സരിച്ചത്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുന്ന സമയത്ത് CPMിനകത്ത് അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തുവാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹത്തോടൊപ്പം പരിഗണിക്കപ്പെടുവാനുള്ള പേരുകൾ ആരുമുണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ കോൺഗ്രസ്സിൽ അതുപോലെയൊന്നും സംഭവിക്കുന്നില്ല. ജനാധിപത്യപരമായി അവരെല്ലാവരെയും പരിഗണിച്ചു. രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലിനായാലും VD സതീശനായാലും എല്ലാവരെയും പരിഗണിക്കപ്പെട്ടു. പക്ഷേ അവസാനം ജനങ്ങളുടെ ഹിതം സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, VD സതീശനെ സംബന്ധിച്ചുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ നോക്കിക്കാണിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് പരമ്പരാഗതമായി 5 വർഷം UDF, 5 വർഷം LDF എന്ന ഒരു സമ്പ്രദായം കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ 5 വർഷം പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാരൊന്നും പ്രവർത്തിക്കാത്ത ഒരു സമ്പ്രദായമുണ്ട്. കാരണം എന്തായാലും അടുത്ത 5 വർഷം കഴിഞ്ഞ് അധികാരത്തിൽ വരാമല്ലോ. പക്ഷേ VD സതീശൻ അതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടായി. ഒരു പക്ഷേ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിച്ചു, പുറത്തിറങ്ങി, വിയർത്തു. അങ്ങനെ അതൊരു ഇലക്ഷൻ റിസൾട്ടായി രൂപപ്പെട്ടു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. മറ്റൊന്ന്, അദ്ദേഹത്തിനുള്ളൊരു മെരിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജാതി മത സംഘടനകളുടെയും തിണ്ണ നിരങ്ങാൻ പോകുന്നില്ല എന്നാണ്. അത് NSS ആയാലും SNDP ആയാലും AP വിഭാഗം സുന്നി സംഘടനകളായാലും അവരുടെ ആരുടെയും തിണ്ണ നിരങ്ങാൻ പോകുന്നില്ല. അവർക്കൊക്കെ ആവശ്യമായ റെസ്പെക്റ്റ് കൊടുക്കുന്നു. സാമുദായിക നേതാക്കന്മാരെന്ന രീതിയിൽ അവരെ ബഹുമാനിക്കുന്നു എന്നതിനപ്പുറം പ്രസ്ഥാനത്തിൻ്റെ ഒരു ആത്മാഭിമാനം കളഞ്ഞ് അവരുടെ മുന്നിൽ മുട്ടിലിഴയാൻ പോകുന്നില്ല എന്നത് അദ്ദേഹത്തിൻ്റെ മാറ്റുകൂട്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്തിനേയും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നേരിടുവാൻ കഴിയുന്നു അദ്ദേഹത്തിന്. വളരെ കൃത്യമായ രീതിയിൽ ആരോപണങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായി നമ്മൾ വിലയിരുത്തേണ്ടത്. മറ്റൊന്ന്, ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് അദ്ദേഹത്തിന് വരുത്തുവാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി അകന്നുപോയ ആളുകളെയൊക്കെയും തിരികെ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ കഴിഞ്ഞു. വളരെ കൃത്യമായി ഹോംവർക്ക് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ UDFനെ വിജയത്തിലെത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. മറ്റൊന്നുകൂടിയുണ്ട്, നേരത്തെയുള്ള ഇലക്ഷനുകളൊക്കെ കോൺഗ്രസിൻ്റെ ഒരു ഇലക്ഷൻ ഘടന നോക്കിയാൽ അവർ മിക്കപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാര വെച്ച് പരാജയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. AI ഗ്രൂപ്പുകളൊക്കെ കളിച്ച്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ല. എല്ലാ ഗ്രൂപ്പുകളും, ഒരുപക്ഷെ ഗ്രൂപ്പുകളൊന്നും ഇല്ലാത്ത ഒരു ഇലക്ഷൻ കൂടിയായിരുന്നിരിക്കാം ഇത്. അത് KC ആയാലും രമേശ് ചെന്നിത്തല ആയാലും VD സതീശനായാലും ഒന്നിച്ചു നിന്നു, കൈകോർത്തു നിന്നു. തങ്ങളുടെ മുന്നണി സ്ഥാനാർത്ഥികളെ, തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളൊക്കെ വിജയിപ്പിക്കുന്നതിൽ അവർ ഒന്നിച്ചു നിന്നു എന്നതാണ് യാഥാർത്ഥ്യം. KC ആയാലും രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും കോൺഗ്രസിൻ്റെ അടിസ്ഥാനമായ നേതാക്കന്മാരാണ്. അവർ കോൺഗ്രസിൻ്റെ തൂണുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ പരസ്പരമുള്ള ഈ ഘോഘോ വിളികളും സോഷ്യൽ മീഡിയയിലുള്ള ഈ വെല്ലുവിളികളും ഒക്കെ അവസാനിപ്പിച്ച് അവരൊന്നിച്ചു നീങ്ങുന്നത് കേരളത്തിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിൽ ഉചിതമായിരിക്കും എന്ന വിലയിരുത്തൽ എനിക്കുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.